പരാതികളുടെ വലിയ സുനാമി ഉണ്ടായിട്ടും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത, രാജിയില്ല, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. എന്താണ്, പാർട്ടിക്ക് ഇദ്ദേഹത്തെ ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പാലക്കാടിലെ ജനങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുക എന്നതാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതോ അവരുടെ പാരമ്പര്യം കാത്ത നേതാവിന് നൽകുന്ന ഒരു സമ്മാനമാണോ? അതിന് പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ചുമക്കാൻ വയ്യ, പാലക്കാട്ടെ ജനങ്ങൾ ചുമന്നോട്ടെ എന്നുള്ളതിനേക്കാൾ ഈ രാഹുൽ അവിടെ രാജിവെച്ചാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ്. കാരണം രാഹുൽ കുറ്റം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടെങ്കിലും പാർട്ടി ഇക്കാര്യത്തിൽ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു, അതൊക്കെ നടപടി സ്വീകരിച്ചു, ഞങ്ങളിതെല്ലാം ചെയ്തു. പക്ഷെ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ അത് രാഹുൽ കുറ്റമേറ്റതുപോലെയാണ്. അവർക്കിപ്പോൾ ആവശ്യം സമയമാണ്, കുറച്ച് സമയം കിട്ടണം. കാരണം ഇത് മറയ്ക്കാൻ പറ്റുന്ന പുതിയൊരു വിവാദം കേരളത്തിൽ കടന്നു വരണം, ഉണ്ടാകണം. അപ്പോൾ അത് എന്തുമാകാം, അത് രാഷ്ട്രീയ വിവാദമാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു വികാരം ഇളക്കി വിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിവാദമാകാം, അങ്ങനെ എന്തും ആകട്ടെ, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ, സാംസ്കാരിക, മത, സാമുദായിക എന്തെങ്കിലും ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ മുഴുവൻ ആവശ്യപ്പെട്ടു. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ പ്രതികരണം നടത്തി. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ ഭയം? രാഹുൽ മാങ്കൂട്ടത്തെ അവർക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ നേതൃത്വത്തിന്. കാരണം ഇപ്പോഴത്തെ നേതൃത്വം ആരാ? KC വേണുഗോപാൽ, PD സതീശൻ, അല്ലേ, ഷാഫി പറമ്പിൽ, ഇങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ രാഹുൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവനാണെന്ന് മാത്രമല്ല, അവരുടെ പല രഹസ്യങ്ങളും അറിയുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരാളിനെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കുരുതി കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ കൊടുത്ത രാഹുൽ കടയോടെ വലിച്ചു പറിച്ചുകൊണ്ട് പോകും. ഇവർ പലരും പ്രതിസന്ധിയിലാകും. ഇവർ പലർക്കും പലതും ഒളിച്ചു വെക്കാനുണ്ട് എന്നല്ലേ ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്? ഇത് ഇന്നും ഇന്നലെയോ ആണോ ഈ സംഭവം ഉണ്ടായത്? ഇതിനെക്കുറിച്ച് പരാതി വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശൻ്റെ അടുക്കൽ എത്തിയതല്ലേ? VD സതീശൻ തന്നെ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടിയെ ഞാൻ അച്ഛനെപ്പോലെ, ഒരു മകളോട് അച്ഛൻ എങ്ങനെ പെരുമാറുമോ അതുപോലെ അച്ഛനെപ്പോലെ അവളുടെ പരാതി കേട്ടു, അതിന് പരിഹാരമുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ ഒന്നും അല്ല തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് പരമാവധി ഇങ്ങനെ മൂടി പുതച്ച്, ഒളിപ്പിച്ച്, മറച്ചു പിടിച്ച് ഒക്കെ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അത് എത്തിയത് കൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു വന്നത്. നമുക്കറിയാം, ഒരു മുൻ MP-യുടെ മകളുടെ പേര് വരെ കേട്ടു ഈ ഇതുമായി ബന്ധപ്പെട്ട്, ഈ രാഹുലിൻ്റെ അതിക്രമങ്ങൾക്ക് ഇരയായി എന്നുള്ളത് നമ്മൾ കേട്ടു. കോൺഗ്രസിൽ വലിയ സ്വാധീനമുള്ള മുൻ MP-യാണ്. എന്നിട്ട് പോലും അവിടെ ആ മുൻ MP-യുടെ മകളെ ജാതി പറഞ്ഞ് വിവാഹം കഴിക്കാതെ ഒഴിവാക്കി എന്നൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നിട്ട് പോലും ഈ കോൺഗ്രസ് നേതൃത്വം ഇയാളെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മടിയിൽ കനമുണ്ട്, വഴിയിൽ ഭയപ്പെട്ടേ മതിയാവുള്ളൂ. രാഹുലിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും എന്ന് തീർച്ചയാണ്, ചെന്ന് കലാശിക്കും എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ശ്രീജിത്ത് പറഞ്ഞതുപോലെ നിരവധി നേതാക്കൾ, ഉമാ തോമസ് MLA അടക്കമുള്ളവർ രാഹുലിനെതിരെ രംഗത്ത് വന്നു. രാഹുൽ തീർച്ചയായിട്ടും രാജിവെച്ച് ഒഴിയണം എന്ന് ബിന്ദു കൃഷ്ണ അടക്കം വനിതാ നേതാക്കൾ പ്രത്യേകിച്ചും. ഒരു മാത്രമല്ല, അടൂർ പ്രകാശ് എന്താ പറഞ്ഞത്? തൊട്ടും തൊടാതെയാണെങ്കിലും രാഹുൽ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണം എന്നുള്ള അഭിപ്രായം പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ ഏത് നേതാവിനാണ് കഴിയുക? ഷാഫി പറമ്പിലിന് സാധിക്കുമോ? അയാളാണല്ലോ രാഹുലിൻ്റെ മെൻഡർ, രക്ഷാധികാരിയും ഗോഡ്ഫാദറും ഒക്കെ അയാളാണല്ലോ. അയാൾക്ക് പറ്റുമോ? VD സതീശന് പറ്റുമോ? പ്രതിപക്ഷ നേതാവ് ഈ രാഹുലിനെ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് വളർത്തിയ ആളല്ലേ. ഇനി KC വേണുഗോപാലിന് സാധിക്കുമോ? ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അധികാരം കൈവശമുള്ള ഒരാളിനെങ്കിലും രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറയാൻ സാധിക്കുമോ? ബുദ്ധിമുട്ടാണ്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർക്ക് പറയാം,
കാരണം അവര് രാഹുലിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, ഇയാൾക്ക് ഈ വഴിവിട്ട പ്രോത്സാഹനം കൊടുത്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പറയാം, കെ മുരളീധരന് പറയാം. പക്ഷെ അതുപോലെ അല്ല ഈ പറയുന്ന ഔദ്യോഗികമായ ചുമതലകൾ വഹിക്കുന്ന KC വേണുഗോപാലിനും VD സതീശനും ഷാഫി പറമ്പിലിനും ഒന്നും അങ്ങനെ രാഹുലിനെ കൈവിടാൻ സാധിക്കില്ല. കൈവിട്ടാൽ അതിന്റെ തിരിച്ചടി അവർക്കുണ്ടാകും എന്ന് അവർക്കറിയാം. രാഹുലിന് പല രഹസ്യങ്ങളും പറയാനുണ്ടാവും. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. കോൺഗ്രസ് വളരെ സംഘടനാപരമായിട്ട് വളരെ ദുർബലമായിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അതിനെയൊന്നും രാഹുൽ അഴിച്ചുവിടുന്ന കൊടുങ്കാറ്റ് അല്ലെങ്കിൽ രാഹുൽ കുടം തുറന്നു വിടുന്ന ഭൂതത്തെ പിടിച്ചു കെട്ടാനുള്ള കരുത്ത് ഇന്നത്തെ കോൺഗ്രസിനില്ല, കേരളത്തിലെ കോൺഗ്രസിനില്ല. പക്ഷെ ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. BJP ഈ വോട്ടധികാർ യാത്ര നടത്തുന്ന, ബീഹാറിലൂടെ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും കൂടെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഉയർത്തി കാണിച്ച് ലൈംഗിക പീഡന കേസിലെ പ്രതി എന്നുള്ള അർത്ഥത്തിൽ രാഹുലിനെതിരെ ലൈംഗിക പീഡനങ്ങളാണോ? കാരണം ചലച്ചിത്ര താരങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തനങ്ങൾ, പിന്നെ MP-യുടെ മകൾ ഉൾപ്പെടെ അങ്ങനെ ഒരു ഡസനാണോ 10-20 പേരുടെ പേരുകൾ ഇപ്പൊ കേൾക്കുന്നു. ഇദ്ദേഹം നാം മറ്റേ പത്രം പരിശോധിക്കുക, ചലച്ചിത്ര മേഖല, മാധ്യമ മേഖല, രാഷ്ട്രീയ മേഖല, സാംസ്കാരിക മേഖല, സ്പോർട്സ്, ഇങ്ങനെ വിവേകത്തിന്റെ മെസ്സേജുകളിൽ എത്താത്ത മേഖല. അപ്പൊ ഇതെല്ലാം വരുന്ന അങ്ങനെ ഉള്ള ഒരു ഇത് മറ്റേ വിജയ് പറഞ്ഞതുപോലെയാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ 234 സീറ്റിൽ ഞാനാണ് സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഭാവിയിൽ എല്ലാ വകുപ്പും ഇദ്ദേഹത്തെ ഏൽപ്പിക്കും, എല്ലാ വകുപ്പുമായി കൃത്യമായ ബന്ധമുണ്ട്, അത് കൈകാര്യം ചെയ്യാനും അറിയാം. അപ്പൊ ഇവിടെ BJP ഉയർത്തി വിട്ടിരിക്കുന്നത് ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പൊ കേസുകളുടെ എണ്ണമല്ല അവിടെ പ്രശ്നം, കേസ് ആണ് പ്രശ്നം. അതിങ്ങനെ ഒരു നാറിയ കേസായതുകൊണ്ട് BJP അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. ദേശീയ മാധ്യമങ്ങളല്ലാതെ ചർച്ച ചെയ്യും. രാഹുൽ എന്ന പേര് കോൺഗ്രസിന് കണ്ടകശിനി എന്നാണ് തോന്നുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ തകർത്തത് ഈ കോൺഗ്രസിനെ വിഴുങ്ങിയ രാഹുലാണ്. ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായി തകർത്തത് ഒരു രാഹുലാണെങ്കിൽ കേരളത്തിലും കോൺഗ്രസിനെ തകർക്കുകയാണ് മറ്റൊരു രാഹുലാണ്. ഈ രീതിയിൽ രാഹുലിനെ ഒഴിവാക്കാതെ തലയിൽ ചുമന്നുകൊണ്ടാണ് 2026 ഇലക്ഷനിൽ പോകുകയാണെങ്കിൽ സ്വാഭാവികമായി വലിയ തിരിച്ചടിയായിരിക്കും. പിണറായി തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ രണ്ടും തുല്യമായി മനസ്സിലായി, ദേശീയ തലത്തിലും ഒരു രാഹുൽ, സംസ്ഥാന തലത്തിൽ മറ്റൊരു രാഹുൽ. അല്ല, അത് ശരിയാണ്. ഈ രാഹുലുമാർ കോൺഗ്രസിനെ വിഴുങ്ങിയ രാഹുവാണ്. ഈ ചന്ദ്രനെ വിഴുങ്ങിയ രാഹു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനെ വിഴുങ്ങിയ രാഹുവാണ്. ഇത് ഒരു വലിയ ആപത്ത് കാലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഈ എന്താ പറയുക, ഗ്രഹണം നടക്കുന്ന ഒരു കാലമാണ്. ആ ഗ്രഹണത്തിന് വിധേയമായിരിക്കുകയാണ് കോൺഗ്രസ്. സംഘടനാപരമായി വലിയ ദൗർബല്യം അനുഭവിക്കുന്ന, കാരണം രാഹുൽ ഈ ഘട്ടത്തിൽ രാജിവെച്ച് പിന്മാറുകയാണെങ്കിൽ ആ ചർച്ച അവസാനിക്കും. പിന്നീടുള്ള അങ്ങനെ അവസാനിക്കുമെന്ന് മാത്രമല്ല, VD സതീശന് അതൊരു വലിയ മെറിറ്റായി മാറുകയും ചെയ്യും. കാരണം VD സതീശനാണ് കോൺഗ്രസ് MLA-മാരുടെ നേതാവ്, പ്രതിപക്ഷ നേതാവല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് MLA-മാർ എല്ലാം വരുന്നത്. UDF-ലെ എല്ലാ MLA-മാരും പ്രതിപക്ഷ നേതാവിന്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഹൈറാർക്കി അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനോടൊപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നുള്ളത്. MLA സ്ഥാനം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായ ആളാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്, വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ആളാണ്. പക്ഷെ അങ്ങനെ രാഹുൽ രാജിവെക്കുമ്പോൾ അത് പാലക്കാട് BJP-ക്ക് വലിയ നേട്ടമുണ്ടാകും എന്ന് കോൺഗ്രസിന് അറിയാം. അവിടെ CPM ദുർബലമാണ്. അതുകൊണ്ട് തന്നെ BJP വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നവർ ഭയപ്പെടുന്നു. അതും ഒരു കാരണമാണ്. ഇനി രാഹുല് ഈ പറഞ്ഞതുപോലെ രാഹുലിനെ നിർബന്ധിച്ച് MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ അതൊരു പക്ഷേ രാഹുൽ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അവർ അതിന് വിധേയമായിട്ടാണ് രാഹുലിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാതെ പാർട്ടിയിലെ സ്ഥാനങ്ങളെല്ലാം രാജിവെപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുകയും ചെയ്തിരിക്കുന്നത്. അതൊരു ഡിസ്മിസലിലേക്ക്, പാർട്ടി എന്നുള്ള ഒരു പുറത്താക്കലിലേക്ക് പോകില്ല. അവർക്ക് കുറച്ച് സമയം വേണം. ആ സമയം കിട്ടിക്കഴിയുമ്പോൾ അവരിത് മേക്കപ്പ് ചെയ്യും. അപ്പോൾ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ അടുത്തൊരു വിവാദത്തിന്റെ പുറകെ പൊയ്ക്കൊള്ളും. അതുവരെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിക്കൊണ്ടു പോകാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്.